എനിക്ക് എൻ്റെ അമ്മയെ രക്ഷിക്കണം സർ. എങ്ങനെങ്കിലും എൻ്റെ അമ്മയെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോവും. ഈ വിവാഹവും അഭിനയവും ഒക്കെ എൻ്റെ അമ്മയ്ക്ക് നീതി കിട്ടാൻ ഒരു വഴിയാകുമെങ്കിൽ ആ വേഷം കെട്ടാൻ ഞാൻ തയ്യാറാണ് സർ. ഭൂമി ഇരിക്കെ. ഞാൻ വാക്ക് തരുന്നു, ഞാൻ തന്നെ സഹായിക്കും. തൻ്റെ അമ്മയുടെ കേസിൽ നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എല്ലാം ഞാൻ ചെയ്യും. അത് മതി എനിക്ക്. എന്നാൽ ഇന്നു മുതൽ നമ്മുടെ പ്ലാൻ തുടങ്ങാമല്ലോ അല്ലേ? അത്ര തിടുക്കം കാണിക്കണ്ട സർ. ഇന്നലെ രാത്രി ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. ആ സമയത്താ വിളിച്ചത്, തീരുമാനം അറിയിച്ചത്. ചില കാര്യങ്ങൾ ആലോചിക്കണമായിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നി. ഭൂമിക്ക് എപ്പോഴും ആ തീരുമാനം തന്നെ ആയിരുന്നല്ലോ. അതെ, പക്ഷെ എല്ലാം പ്ലാൻ ചെയ്ത് ഉറപ്പിക്കുന്നതിന് മുൻപ് ചില വഴികൾ ക്ലിയർ ചെയ്യണം. എന്താ ഭൂമി? അഞ്ജന സാറിന് വേണ്ടി വീട്ടുകാർ കണ്ടുവച്ച കുട്ടിയാണല്ലോ. അതെ, അവളെ എനിക്ക് ഇഷ്ടമല്ലെന്ന് ഭൂമിക്കറിയില്ലേ? ഇങ്ങനെ ഒരു നാടകം കളിക്കാൻ തീരുമാനിച്ച തന്നെ അവളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാ. സാറിന് ഇഷ്ടമല്ലായിരിക്കാം, അവളെ വേണ്ടായിരിക്കാം. പക്ഷേ അവൾക്ക് സാറിനെ ഇഷ്ടമാണ്. അവളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നാളെ സാറ് പെട്ടെന്ന് മറ്റൊരു വിവാഹം കഴിച്ചാ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അവളായിരിക്കും. ആദ്യം സാറ് വീട്ടുകാരോട് തുറന്ന് സംസാരിക്കണം, പ്രത്യേകിച്ച് മുത്തശ്ശിയോട്. ഈ വിവാഹത്തിന് താല്പര്യമില്ല, അഞ്ജനയെ ഇഷ്ടമല്ലെന്ന് അവരോട് വ്യക്തമായിട്ട് പറയണം. മുത്തശ്ശി അഞ്ജനയോട് സംസാരിച്ച് അവളെ പിന്തിരിപ്പിച്ചോളും. ഞാൻ പറഞ്ഞ മുത്തശ്ശി കേൾക്കും തോന്നില്ല. കേൾക്കോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. സത്യം പറയേണ്ടത് സാറിന്റെ ഉത്തരവാദിത്വമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ വിവാഹം നടക്കില്ല സർ. എന്റെ അമ്മയെ എനിക്ക് ജയിലിൽ നിന്ന് പുറത്തിറക്കണം. അതിനുവേണ്ടിയാ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പക്ഷെ ആരെങ്കിലും വേദനിപ്പിച്ചുകൊണ്ടോ ചതിച്ചുകൊണ്ടോ ആ തീരുമാനം നടപ്പാക്കാൻ എനിക്ക് താല്പര്യമില്ല. ശരി, ഞാൻ ഇന്ന് തന്നെ ഈ വിഷയം വീട്ടിൽ സംസാരിക്കാം. എന്റെ മനസ്സിലുള്ളത് മുത്തശ്ശിയോട് പറയാം. അവിടുത്തെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. ഓക്കെ, താൻ പറഞ്ഞതുപോലെ എല്ലാ വഴികളും നോക്കിയിട്ട് മതി ഈ വിവാഹ നാടകം. എന്റെ തീരുമാനത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി മാത്രമല്ല, അമ്മയുടെ കേസിനെക്കുറിച്ചും അച്ഛന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട തെളിവുകളെക്കുറിച്ചുമൊക്കെ സംസാരിക്കാൻ വേണ്ടിയാ ഞാനിപ്പോ വന്നത്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില നിഗമനങ്ങളുണ്ട്, സംശയങ്ങളുമുണ്ട്. അത് സാറിനോട് പറയാനാണ് അന്ന് ഞാൻ ശ്രമിച്ചത്. പക്ഷേ സാറെന്തോ വയലന്റായി. എനിക്കും ഷാർപ്പായി സംസാരിക്കേണ്ടി വന്നു. സാറ് എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി സ്റ്റേഷനിൽ നിന്ന് പുറത്താക്കി.